ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരള PSCയിൽ ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും പുതിയ പോസ്റ്റുകളെ പറ്റിയാണ്. ഏറ്റവും പുതിയതായിട്ട് കേരള PSC പുതിയ കുറച്ച് നോട്ടിഫിക്കേഷൻ കൂടി പുറത്തിറക്കിയിട്ടുണ്ട്. മൊത്തം 140 പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേറ്റ് ഡയറക്ട് ജനറൽ 64 പോസ്റ്റുകളുണ്ട്. അതിൽ കുറേ എണ്ണം മുമ്പ് നമ്മൾ നോക്കിയ പോസ്റ്റുകളാണ്, മുമ്പ് വന്ന പോസ്റ്റുകൾ. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 2. ഏറ്റവും പുതിയ പോസ്റ്റുകൾ ഇതാണ്. 191/2020 ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 സിവിൽ എഞ്ചിനീയറിംഗ് കോളേജ്. ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 23. ഡിസംബർ 23 അയക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. BTech സിവിൽ എഞ്ചിനീയറിംഗ്. അടുത്ത് 192/2020 ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 കെമിക്കൽ എഞ്ചിനീയറിംഗ് കോളേജ്. ക്വാളിഫിക്കേഷൻ BTech കെമിക്കൽ എഞ്ചിനീയറിംഗ്. അടുത്ത 193/2020 ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇൻഫർമേഷൻ ടെക്നോളജി എഞ്ചിനീയറിംഗ് കോളേജ്. ക്വാളിഫിക്കേഷൻ BTech ഇൻഫർമേഷൻ ടെക്നോളജി. അടുത്ത 194/2020 ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കോളേജസ്. ക്വാളിഫിക്കേഷൻ BTech കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. അടുത്ത 195/2020 ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കോളേജസ്. ക്വാളിഫിക്കേഷൻ BTech ഇലക്ട്രോണിക്സ്. അടുത്ത 196/2020 ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് ഓഫീസർ വുമൺ ഓൺലി. ഇത് വുമൺസിന് മാത്രം അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ്. അടുത്ത 197/2020 ജൂനിയർ റെക്കോർഡിസ്റ്റ്. ക്വാളിഫിക്കേഷൻ പോളിടെക്നിക് ഡിപ്ലോമ സൗണ്ട് റെക്കോർഡിംഗ് ആൻഡ് സൗണ്ട് എഞ്ചിനീയറിംഗ്. 12 മാസത്തെ എക്സ്പീരിയൻസും അതല്ലെങ്കിൽ 10th ലെവലും 60 മാസത്തെ എക്സ്പീരിയൻസും. പിന്നെ 198/2020 ഓവർസിയർ ഡ്രാഫ്റ്റ് 1 ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ. ക്വാളിഫിക്കേഷൻ 10th ലെവലും പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതല്ലെങ്കിൽ 10th ലെവലും സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 60 മാസത്തെ എക്സ്പീരിയൻസും. പിന്നെ 199/2020 ജൂനിയർ ഇൻസ്ട്രക്ടർ ഫുഡ് ആൻഡ് ബീവറേജസ് ഗസ്റ്റ് സർവീസ് അസിസ്റ്റൻറ്റ്. ക്വാളിഫിക്കേഷൻ 10th ലെവലും NTC ഫുഡ് ആൻഡ് ബീവറേജസ് സർവീസ് 36 മാസത്തെ എക്സ്പീരിയൻസ് അതല്ലെങ്കിൽ 10th ലെവലും NAC ഫുഡ് ആൻഡ് ബീവറേജസ് സർവീസ് 12 മാസത്തെ എക്സ്പീരിയൻസും. അതായത് 10th ലെവലും പോളിടെക്നിക് ഡിപ്ലോമ ഫുഡ് ആൻഡ് ബീവറേജസ് സർവീസ്. പിന്നെ വരുന്നത് 200/2020 പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റ്. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ലെവലും 36 മാസത്തെ എക്സ്പീരിയൻസും അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിനിമ 12 മാസത്തെ എക്സ്പീരിയൻസും. പിന്നെ വരുന്നത് 201/2020 സ്പോർട്സ് ഡെമോൺസ്ട്രേറ്റർ. ക്വാളിഫിക്കേഷൻ BA ഫിസിക്കൽ എഡ്യൂക്കേഷൻ 60 മാസത്തെ എക്സ്പീരിയൻസ് ഡിപ്ലോമ ഇൻ കോച്ചിങ് അതല്ലെങ്കിൽ BPhD 60 മാസത്തെ എക്സ്പീരിയൻസ് ഡിപ്ലോമ ഇൻ കോച്ചിങ് അല്ലെങ്കിൽ BPE 60 മാസത്തെ എക്സ്പീരിയൻസ് ഡിപ്ലോമ ഇൻ കോച്ചിങ്. പിന്നെ 202/2020 മാനേജർ പേഴ്സണൽ പാർട്ട് 1 ജനറൽ. ക്വാളിഫിക്കേഷൻ LLB ലോ 60 മാസത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ MBA ഹ്യൂമൻ റിസോഴ്സസ് 60 മാസത്തെ എക്സ്പീരിയൻസും. പിന്നെ 203/2020 മാനേജർ പേഴ്സണൽ പാർട്ട് 2 ഫിഷർമാൻ ഡിപ്പെൻഡൻറ്റ് ഓഫ് ഫിഷർമാൻ. ക്വാളിഫിക്കേഷൻ ഫിഷർമാനും LLB ലോ 60 മാസത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫിഷർമാൻ MBA ഹ്യൂമൻ റിസോഴ്സസ് 60 മാസത്തെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ഓഫ് ഫിഷർമാൻ LLB ലോ 60 മാസത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ഓഫ് ഫിഷർമാൻ MBA ഹ്യൂമൻ റിസോഴ്സ് 60 മാസത്തെ എക്സ്പീരിയൻസും. പിന്നെ 205/2020 ഡെൻ്റൽ ഹൈജീനിസ്റ്റ് ഗ്രേഡ് 2. ക്വാളിഫിക്കേഷൻ 12th ലെവലും ഡെൻ്റൽ ഹൈജീനിസ്റ്റ് കോഴ്സ് രജിസ്ട്രേഷൻ വിത്ത് സ്റ്റേറ്റ് ഡെൻ്റൽ കൗൺസിൽ അല്ലെങ്കിൽ 12th ലെവലും ഡിപ്ലോമ ഇൻ ഡെൻ്റൽ ഹൈജീനിസ്റ്റ് രജിസ്ട്രേഷൻ വിത്ത് സ്റ്റേറ്റ് ഡെൻ്റൽ കൗൺസിൽ. പിന്നെ 206/2020 സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ഡ്രാഫ്റ്റ് 1 സിവിൽ. ക്വാളിഫിക്കേഷൻ KGT ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ബിൽഡിംഗ് ഡ്രോയിങ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സർവേ ആൻഡ് ഇറിഗേഷൻ. KGT സർവേ ആൻഡ് ലെവലിംഗ് ഹയർ. കൂടാതെ KGT അപ്ലൈഡ് മെക്കാനിക്സ് ഹയർ, KGT ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഹയർ, KGT ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ ഹയർ, KGT ബിൽഡിംഗ് ഡ്രോയിങ് എസ്റ്റിമേറ്റിംഗ് ഹയർ, KGT എർത്ത് വർക്ക് ആൻഡ് റോഡ് മേക്കിംഗ് ഹയർ, KGT ജിയോമെട്രിക്കൽ ഡ്രോയിങ് ലോവർ, KGT മെൻസുറേഷൻ ലോവർ അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്മാൻഷിപ്പ് സിവിൽ ഓർ സൂപ്പർവൈസർ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ
ഡിപ്ലോമ ഇൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 2-year കോഴ്സ് ഫ്രം വുമൺസ് പോളി അല്ലെങ്കിൽ KGT സർവേ ആൻഡ് ലെവലിംഗ് ഹയർ, KGT അപ്ലൈഡ് മെക്കാനിക്സ് ഹയർ, KGT ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഹയർ, KGT ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ ഹയർ, KGT ബിൽഡിംഗ് ഡ്രോയിങ് എസ്റ്റിമേറ്റിംഗ് ഹയർ, KGT എർത്ത് വർക്ക്സ് ആൻഡ് റോഡ് മേക്കിംഗ് ഹയർ, KGT പ്രാക്ടിക്കൽ പ്ലാൻ ആൻഡ് സോളിഡ് ജിയോമെട്രി ലോവർ, KGT മെൻസുറേഷൻ ലോവർ. പിന്നെ വരുന്നത് 207/2020 ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ഗ്രേഡ് 2 ക്വാളിഫിക്കേഷൻ 10th ലെവൽ ഓവർസിയർ മെക്കാനിക്കൽ കോഴ്സ് ഫ്രം ശ്രീമൂലം ടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ 10th ലെവൽ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ കോഴ്സ് ഫ്രം ഗുണ്ടി എഞ്ചിനീയറിംഗ് കോളേജ്. പിന്നെ വരുന്ന ക്വാളിഫിക്കേഷൻ നോക്കുക. 208/2020 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ജനറൽ പാർട്ട് 1 ക്വാളിഫിക്കേഷൻ BTech സിവിൽ എഞ്ചിനീയറിംഗ് 60 മാസത്തെ എക്സ്പീരിയൻസ്, BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 60 മാസത്തെ എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒന്ന്. 209/2020 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് പാർട്ട് 2 ഫിഷർമാൻ ഡിപ്പെൻഡന്റ് ഓഫ് ഫിഷർമാൻ ക്വാളിഫിക്കേഷൻ ഫിഷർമാൻ BTech സിവിൽ എഞ്ചിനീയറിംഗ് 60 മാസത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫിഷർമാൻ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 60 മാസത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ഓഫ് ഫിഷർമാൻ BTech സിവിൽ എഞ്ചിനീയറിംഗ് 60 മാസത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ഓഫ് ഫിഷർമാൻ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 60 മാസത്തെ എക്സ്പീരിയൻസ്. പിന്നെ 211/2020 ഓപ്പറേറ്റർ ക്വാളിഫിക്കേഷൻ 10th ലെവലും NTC മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ 10th ലെവലും NTC മെക്കാനിക് ഇലക്ട്രീഷ്യൻ. പിന്നെ വരുന്നത് 212/2020 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 10th ലെവലും ഡിപ്ലോമ ഇൻ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിംഗ്. പിന്നെ വരുന്നത് 213/2020 ജൂനിയർ ഓവർസിയർ സിവിൽ ക്വാളിഫിക്കേഷൻ പോളിടെക്നിക് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ NTC സിവിൽ ഡ്രാഫ്റ്റ്മാൻ 24 മാസത്തെ എക്സ്പീരിയൻസും. പിന്നെ 214/2020 റെഫ്രിജറേഷൻ മെക്കാനിക് പാർട്ട് 1 ജനറൽ 10th ലെവലും NTC റെഫ്രിജറേഷൻ 10th ലെവലും NAC റെഫ്രിജറേഷനും. പിന്നെ 215/2020 റെഫ്രിജറേഷൻ മെക്കാനിക് പാർട്ട് 2 ഫിഷർമാൻ ഡിപ്പെൻഡന്റ് ഓഫ് ഫിഷർമാൻ കാറ്റഗറി ക്വാളിഫിക്കേഷൻ ഫിഷർമാൻ NAC റെഫ്രിജറേഷൻ ഫിഷർമാൻ NTC റെഫ്രിജറേഷൻ ഡിപ്പെൻഡന്റ് ഓഫ് ഫിഷർമാൻ NAC റെഫ്രിജറേഷൻ ഡിപ്പെൻഡന്റ് ഓഫ് ഫിഷർമാൻ NTC റെഫ്രിജറേഷൻ. അടുത്ത 217/2020 അക്കൗണ്ടന്റ് ജനറൽ പാർട്ട് 1 BCom 12 മാസത്തെ എക്സ്പീരിയൻസും. 218/2020 അക്കൗണ്ടന്റ് പാർട്ട് 2 ഫിഷർമാൻ ഡിപ്പെൻഡന്റ് ഓഫ് ഫിഷർമാൻ കാറ്റഗറി ക്വാളിഫിക്കേഷൻ ഫിഷർമാനും BCom 12 മാസം എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ഓഫ് ഫിഷർമാൻ BCom 12 മാസം എക്സ്പീരിയൻസ്. പിന്നെ വരുന്നത് 220/2020 പ്രൊജക്ട് ഓഫീസർ പാർട്ട് 1 ജനറൽ കാറ്റഗറി ക്വാളിഫിക്കേഷൻ MFSC MSc ഇൻഡസ്ട്രിയൽ ഫിഷറീസ് MSc മറൈൻ ബയോളജി MSc അപ്ലൈഡ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ MSc അക്വാകൾച്ചർ ആൻഡ് ഫിഷറി മൈക്രോബയോളജി MSc അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് MSc അക്വാകൾച്ചർ ആൻഡ് ഫിഷ് പ്രോസസ്സിംഗ് MSc സുവോളജി BFSC ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ. പിന്നെ വരുന്ന 223/2020 ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ പാർട്ട് 1 ജനറൽ ക്വാളിഫിക്കേഷൻ പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. 224/2020 ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ പാർട്ട് 2 ഫിഷർമാൻ ഡിപ്പെൻഡന്റ് ഓഫ് ഫിഷർമാൻ പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നുകിൽ ഫിഷർമാൻ ആയിരിക്കണം അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ഓഫ് ഫിഷർമാൻ ആയിരിക്കണം. പിന്നെ 226/2020 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ജനറൽ പാർട്ട് 1 ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ലെവലും KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ KGT ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ലോവർ KGT ഷോർട്ട് ആൻഡ് മലയാളം ലോവർ അതല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലും MGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ MGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ MGT ഷോർട്ട് ആൻഡ് മലയാളം ലോവർ MGT ഷോർട്ട് ആൻഡ് മലയാളം ലോവർ. പിന്നെ വരുന്നത് 227/2020 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പാർട്ട് 2 ഫിഷർമാൻ ഡിപ്പെൻഡന്റ് ഓഫ് ഫിഷർമാൻ. നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷനും അതിനോടൊപ്പം ഒന്നെങ്കിൽ ഫിഷർമാൻ ആയിരിക്കണം അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ഓഫ് ഫിഷർമാൻ ആയിരിക്കണം. പിന്നെ വരുന്നത് 229/2020 അസിസ്റ്റന്റ് ഗ്രേഡ് 2 ജൂനിയർ അസിസ്റ്റന്റ് പാർട്ട് 1 ജനറൽ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ലെവലും
HR ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ HDC, അതല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ JDC, അതല്ലെങ്കിൽ BCom കോർപ്പറേഷൻ, അല്ലെങ്കിൽ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്. പിന്നെ 230/2020 അസിസ്റ്റന്റ് ഗ്രേഡ് 2 ജൂനിയർ അസിസ്റ്റന്റ് പാർട്ട് 2 ഫിഷർമാൻ ഡിപ്പെൻഡൻ്റ് ഓഫ് ഫിഷർമാൻ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞതും അതിൻ്റെ കൂടെ ഒന്നുകിൽ ഫിഷർമാൻ അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ഓഫ് ഫിഷർമാൻ. പിന്നെ 232/2020 ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പാർട്ട് 1 ജനറൽ. ക്വാളിഫിക്കേഷൻ 10th ലെവലും KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ. പിന്നെ 233/2020 ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പാർട്ട് 2 ഫിഷർമാൻ ഡിപ്പെൻഡൻ്റ് ഓഫ് ഫിഷർമാൻ. നേരത്തെ പറഞ്ഞ അതേ ക്വാളിഫിക്കേഷനും അതിൻ്റെ കൂടെ ഒന്നുകിൽ ഫിഷർമാൻ അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ഓഫ് ഫിഷർമാൻ. പിന്നെ 235/2020 ലാബ് അസിസ്റ്റന്റ് പാർട്ട് 1 ജനറൽ. ക്വാളിഫിക്കേഷൻ VHSC ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജി. പിന്നെ 236/2020 ലാബ് അസിസ്റ്റന്റ് പാർട്ട് 2 ഫിഷർമാൻ ഡിപ്പെൻഡൻ്റ് ഓഫ് ഫിഷർമാൻ. ക്വാളിഫിക്കേഷൻ VHSC ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജി, കൂടാതെ ഒന്നുകിൽ ഫിഷർമാൻ അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ഓഫ് ഫിഷർമാൻ. പിന്നെ 238/2020 സ്റ്റോർ കീപ്പർ പാർട്ട് 1 ജനറൽ കാറ്റഗറി. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ 10th ക്ലാസ് ആണ്. സ്റ്റോർ കീപ്പർ പാർട്ട് 1 ജനറൽ കാറ്റഗറി 238/2020. അടുത്ത 239/2020 സ്റ്റോർ കീപ്പർ പാർട്ട് 2 ഫിഷർമാൻ ഡിപ്പെൻഡൻ്റ് ഓഫ് ഫിഷർമാൻ. ക്വാളിഫിക്കേഷൻ 10th ക്ലാസ്സും ഫിഷർമാൻ അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ഓഫ് ഫിഷർമാൻ. പിന്നെ 241/2020 ഓപ്പറേറ്റർ ഗ്രേഡ് 3 പാർട്ട് 1 ജനറൽ കാറ്റഗറി. 10th ലെവലും NTC ഫിറ്റർ, അല്ലെങ്കിൽ 10th ലെവൽ NTC മെക്കാനിക്, അല്ലെങ്കിൽ 10th ലെവൽ NTC ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ 10th ലെവൽ NAC ഫിറ്റർ, അല്ലെങ്കിൽ 10th ലെവലും NAC മെക്കാനിക്കും, അല്ലെങ്കിൽ 10th ലെവൽ NAC ഇലക്ട്രിക്കൽ. അടുത്തത് 242/2020 ഓപ്പറേറ്റർ ഗ്രേഡ് 3 പാർട്ട് 2 ഫിഷർമാൻ ഡിപ്പെൻഡൻ്റ് ഓഫ് ഫിഷർമാൻ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ അതേ ക്വാളിഫിക്കേഷനും കൂടാതെ ഫിഷർമാൻ അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ഓഫ് ഫിഷർമാൻ. അപ്പോൾ ഇത്രയുമാണ് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ പോസ്റ്റുകൾ. എല്ലാവർക്കും അപേക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണ്. 10th ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് സ്റ്റോർ കീപ്പർ. അടുത്തായിട്ട് വരുന്നത് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് SR പോസ്റ്റുകൾ 4 ഉണ്ട്. 247/2020 ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ മാത്തമാറ്റിക്സ് ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ട്. 248/2020 HSST ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്സ് ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ട്. 249/2020 ECG ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഷെഡ്യൂൾഡ് ട്രൈബ്. പിന്നെ സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർ NCA പോസ്റ്റുകൾ 17 ഉണ്ട്. 264/2020 അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ലാറ്റിൻ കത്തോലിക്കനും ആംഗ്ലോ ഇന്ത്യനും വേണ്ടിയിട്ട്. 265/2020 ക്ലിനിക്കൽ ഫിസിയോളജിസ്റ്റ് മുസ്ലിംസിന് വേണ്ടിയിട്ട്. 266/2020 ഡെൻ്റൽ ഹൈജീനിസ്റ്റ് ഗ്രേഡ് 2 SCCC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി. പിന്നെ സ്റ്റേറ്റ് വൈഡ് ബൈ ട്രാൻസ്ഫർ ജനറലായിട്ട് 16 പോസ്റ്റുകൾ വരുന്നുണ്ട്. 204/2020 മാനേജർ പേഴ്സണൽ പാർട്ട് 3 സൊസൈറ്റി കാറ്റഗറി. 210/2020 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പാർട്ട് 3 സൊസൈറ്റി കാറ്റഗറി. 216/2020 റെഫ്രിജറേഷൻ മെക്കാനിക് പാർട്ട് 3 സൊസൈറ്റി. 219/2020 അക്കൗണ്ടന്റ് പാർട്ട് 3 സൊസൈറ്റി കാറ്റഗറി. 222/2020 പ്രൊജക്ട് ഓഫീസർ പാർട്ട് 3 സൊസൈറ്റി കാറ്റഗറി. 225/2020 ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ പാർട്ട് 3 സൊസൈറ്റി കാറ്റഗറി. 228/2020 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പാർട്ട് 3 സൊസൈറ്റി. 231/2020 അസിസ്റ്റന്റ് ഗ്രേഡ് 2 ജൂനിയർ അസിസ്റ്റന്റ് പാർട്ട് 3 സൊസൈറ്റി കാറ്റഗറി. 234/2020 ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പാർട്ട് 3 സൊസൈറ്റി. 237/2020 ലാബ് അസിസ്റ്റന്റ് പാർട്ട് 3 സൊസൈറ്റി കാറ്റഗറി. 240/2020 സ്റ്റോർ കീപ്പർ പാർട്ട് 3 സൊസൈറ്റി കാറ്റഗറി. 243/2020 ഓപ്പറേറ്റർ ഗ്രേഡ് 3 പാർട്ട് 3 സൊസൈറ്റി കാറ്റഗറി. അപ്പോൾ ഇത്രയുമാണ് സ്റ്റേറ്റ് വൈഡ് ബൈ ട്രാൻസ്ഫർ ജനറൽ പോസ്റ്റുകൾ. ഇനി സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ പോസ്റ്റുകൾ 5 ഉണ്ട്. അതിൽ പുതുതായിട്ട് വന്നിരിക്കുന്നത് 245/2020 ഫയർ വുമൺ ട്രെയിനിങ് 14 ജില്ലകളിലേക്കും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 2/1/1991 1/1/2002 ഇടയ്ക്കായിരിക്കണം.
പിന്നെ 246/2002 ഡഫേദാർ ഇടുക്കി ജില്ലയിലേക്കാണ്. ക്വാളിഫിക്കേഷൻ 7ാം ക്ലാസ് ആണ്. പിന്നെ ഡിസ്ട്രിക്ട് വൈസ് ഡയറക്ടർ SR പോസ്റ്റുകൾ 14 250/2002 സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2 ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും വേണ്ടിയിട്ട്. 251/2002 പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റാലിയൻ ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ട്. 252/2002 ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 പൗൾട്രി അസിസ്റ്റന്റ് മിൽക്ക് റെക്കോർഡർ സ്റ്റോർ കീപ്പർ ഇനുമിനേറ്റർ ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും വേണ്ടിയിട്ട്. 253/2002 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ട്. 254/2002 ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഷെഡ്യൂൾഡ് ട്രൈബ്. 255/2002 ക്ലർക്ക് ടൈപ്പിസ്റ്റ് SR for SC/ST ഫ്രം എക്സ് സർവീസ്മെൻ ഓൺലി ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും വേണ്ടിയിട്ട്. 256/2002 LD ടൈപ്പിസ്റ്റ് SR for ST ഓൺലി ഷെഡ്യൂൾഡ് ട്രൈബ്. 257/2002 LD ടൈപ്പിസ്റ്റ് SR for SC/ST ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും. 258/2002 ലാബ് അസിസ്റ്റന്റ് ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ട്. 259/2002 പ്രോസസ് സെർവർ ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും. 260/2002 ലാസ്റ്റ് ഗേറ്റ് സർവൻസ് എക്സ് സർവീസ്മെൻ ഓൺലി ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും. 261/2002 ലാസ്റ്റ് ഗേറ്റ് സർവൻസ് എക്സ് സർവീസ്മെൻ ഓൺലി ഷെഡ്യൂൾഡ് ട്രൈബിന്. 262/2002 ലാസ്റ്റ് ഗേറ്റ് സർവൻസ് ഷെഡ്യൂൾഡ് ട്രൈബ്. 263/2002 അറ്റൻഡർ ഷെഡ്യൂൾഡ് ട്രൈബ്. പിന്നെ ഡിസ്ട്രിക്ട് വൈസ് ഡയറക്ടർ NCA പോസ്റ്റുകൾ 19 267/2002 പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ സൺക്രിസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയിട്ടാണ്. 268/2002 പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ സൺക്രിസ്റ്റ് ലാറ്റിൻ കത്തോലിക്കിനും ആംഗ്ലോ ഇന്ത്യനും വേണ്ടിയിട്ട് തൃശ്ശൂർ ജില്ലയിലേക്ക്. 269/2002 പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ സൺക്രിസ്റ്റ് മുസ്ലിംസിന് വേണ്ടിയിട്ട് കൊല്ലം ജില്ലയിലേക്ക്. ഡിസ്ട്രിക്ട് വൈസ് ബൈ ട്രാൻസ്ഫർ ജനറൽ 1 പോസ്റ്റുകളുണ്ട്. LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം 244/2002. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നത്. അപേക്ഷിക്കാൻ പറ്റുന്ന എല്ലാവരും അപേക്ഷിക്കുക. സ്റ്റോർ കീപ്പർ 10ാം ക്ലാസ് യോഗ്യതയാണ്. അതിന് മിക്കവാറും എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.